ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ടെൻഷൻ വരാറുണ്ടോ? പഠിക്കുന്ന സമയത്ത് ടെൻഷനുള്ള കാര്യങ്ങളെ പറ്റി ആലോചിച്ച കാര്യങ്ങൾക്കൊരു സൊല്യൂഷനും കിട്ടുന്നില്ല, എന്നാൽ പഠിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എത്തിച്ചേരാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷനും കൊണ്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഓവർ തിങ്കിങ്? നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി നമ്മളിങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കുക, ഒരുപാട് ആലോചിച്ചു കൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയമാണെങ്കിൽ, നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, എനിക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി പറ്റുമോ? ക്ലാസ്സിലെ ബാക്കി സ്റ്റുഡൻസിനെ പോലെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ? എക്സാംസിന് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുമോ? എനിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നല്ല മാർക്ക് കിട്ടുമോ? അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ഒരുപാട് വൈഡായിട്ട് ആലോചിച്ചു കൊണ്ടേയിരിക്കുക. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മാത്രമല്ല, നമുക്ക് പഠിക്കാനുള്ള സമയമാണ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ബുക്കിൻ്റെ മുമ്പിൽ നിന്നായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ആലോചിച്ച കാര്യങ്ങൾക്കൊരു സൊല്യൂഷനും കിട്ടുന്നില്ല, എന്നാൽ നമുക്ക് പഠിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വെറുതെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊഴിവാക്കണം? ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കണം, അല്ലേ? ഓവർ തിങ്കിങ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലെയൊക്കെ നമ്മുടെ അവസ്ഥ ഉണ്ടാവുക. നമ്മുടെ ബ്രെയിനിൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒരേ സമയം ഓടിയിട്ട് നമുക്ക് ഒരു കാര്യം പോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനൊരു അവസ്ഥയിൽ നമുക്ക് പുറത്ത് കിടക്കണം. എങ്ങനെയാണ്? അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. നോർമലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളുടെ ബ്രെയിൻ നല്ല ഷാർപ്പായിരിക്കും, അതുപോലെ നല്ല ക്രിയേറ്റീവ് ആയിരിക്കും, നല്ല IQ ഉണ്ടാവും. ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളുടെ ബ്രെയിൻ ആണെങ്കിൽ IQ ലെവൽ ഗ്രാജുവലി കുറഞ്ഞു വരും. മാത്രമല്ല, ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏത് ബ്രെയിനാണ് വേണ്ടത്? നോർമൽ തിങ്ക് ചെയ്യുന്ന ബ്രെയിൻ അല്ലേ? അപ്പോൾ നമുക്ക് ഓവർ തിങ്കിങ് എങ്ങനെ ഒഴിവാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് അടുത്ത് വരുന്നത്, മിസ്റ്റർ ഹാരി ഹുഡ്നി, അല്ലേ? ഫേമസ് ആയിട്ടുള്ള മജീഷ്യനായിരുന്നു. ഹാരി ഹുഡ്നിയുടെ പ്രത്യേകത എന്താ? ഏത് ലോക്കും അദ്ദേഹം നിഷ്പ്രയാസം തുറക്കും. അങ്ങനെയാണ് അദ്ദേഹം ഫേമസ് ആയത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ അധികൃതർ ഇദ്ദേഹത്തെ ഒരു ജയിലിലടച്ചു. ഇദ്ദേഹം വളരെ പുഷ്പം പോലെ ജയിലിൽ ചാടി വന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് കുറേ ജയിലുകൾ ഇങ്ങനെ മാറി അടച്ചു. എല്ലാ ജയിലിൽ നിന്നും അദ്ദേഹം 1 മണിക്കൂർ കൊണ്ട് ജയിലിൽ ചാടി വളരെ ഈസി ആയിട്ട് പുറത്തു വന്നു. അങ്ങനെ ആൾക്കാർക്കെല്ലാം അത്ഭുതമായിരുന്നു, ഇദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലിൽ പൂട്ടൊക്കെ തുറന്നിട്ട് പുറത്തു വരുന്നത് എന്ന്. അങ്ങനെ ഇദ്ദേഹത്തെ അധികൃതർ വേറൊരു ജയിലിലേക്ക് മാറ്റി. അപ്പം ഈ അധികൃതർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജയിലാണ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം മുമ്പത്തെ ജയിലുകൾ നിങ്ങൾ ചാടിയതുപോലെ ഇവിടെ പൂട്ട് തുറന്ന് പുറത്തേക്ക് വരാമെന്ന് വിചാരിക്കേണ്ട, അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഹുഡ്നി വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ഹുഡ്നി പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ പുറത്ത് വന്നിരിക്കും, പൂട്ട് തുറന്ന് ഞാൻ പുറത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, വളരെ അഡ്വാൻസ്ഡ് ആണ് ഇവിടുത്തെ കാര്യങ്ങൾ, നിങ്ങൾക്ക് പൂട്ട് തുറക്കാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾക്ക് പുറത്ത് വരാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹുഡ്നിയുടെ കോൺഫിഡൻസ് കുറച്ചൊന്ന് കുറഞ്ഞു. എന്നാലും അദ്ദേഹം അതൊന്ന് പുറത്ത് കാണിക്കാതെ ജയിലിനകത്ത് കയറി. അങ്ങനെ അദ്ദേഹം ട്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി പൂട്ട് തുറക്കാനായിട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബെൽറ്റിൽ എപ്പോഴും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടൊരു വയറുണ്ടാവും. ഇത് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എപ്പോഴും പൂട്ട് തുറക്കാറുള്ളത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ടൂൾ യൂസ് ചെയ്തിട്ട് പൂട്ട് തുറക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, ഇദ്ദേഹത്തിന് പൂട്ട് തുറക്കാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന് വളരെ വളരെ ദേഷ്യം വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ ചുരുട്ടി ചുമരിലിടിക്കുകയൊക്കെ ചെയ്തു, അദ്ദേഹത്തിന് ദേഷ്യം ഉണ്ടെങ്കിൽ തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇദ്ദേഹം തോൽവി സമ്മതിച്ച് പുറത്ത് വന്നപ്പോഴാണ് ഹുഡ്നിക്ക് ഒരു കാര്യം മനസ്സിലായത്. ആ ജയിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലോക്ക് ചെയ്യാത്ത ലോക്ക് എങ്ങനെ നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റും? അപ്പം എന്താണ് അവിടെ ഹുഡ്നിക്ക് സംഭവിച്ചത്? ജയിൽ വാർഡൻ പറഞ്ഞ കാര്യങ്ങൾ ഹുഡ്നിയുടെ മൈൻഡിൽ സ്റ്റോറായി. ഇത് വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോക്കാണ്, നിങ്ങൾക്ക് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ഹുഡ്നിയുടെ മൈൻഡിൽ സ്റ്റോറായി. അതുകൊണ്ട് മാത്രമാണ് ഹുഡ്നിക്ക് അവിടെ ലോക്ക് തുറന്ന് പുറത്ത് വരാൻ സാധിക്കാതിരുന്നത്. ഇതുപോലെയാണ് നമ്മുടെ പലരുടെയും കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ പറയുകയാണ്, ഈ സബ്ജക്റ്റ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും? ശരിയാണ്, ഈ സബ്ജക്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ആ ഒരു മുൻവിധിയോടെയാണ് നമ്മൾ ആ സബ്ജക്റ്റ് നോക്കിക്കാണുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമ്മൾ വിചാരിക്കും ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ മൈൻഡിലേക്ക് കേൾക്കാതെ, നമ്മൾ സ്റ്റോർ ചെയ്യാതെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോയെന്ന്. നമുക്ക് എല്ലാവർക്കും ഒരേപോലെയാണോ? എല്ലാ സബ്ജക്റ്റും ഒരേപോലെയാണോ ഇഷ്ടം? അല്ലല്ലോ. നമുക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മൈൻഡിൽ കയറ്റുക, അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളയുക. എന്നിട്ട് നമ്മൾ സ്വയം ട്രൈ ചെയ്ത് നോക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന്. അപ്പം നമുക്ക് എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ഹെലൻ കെല്ലർ, അല്ലേ? ബ്ലൈൻഡ് ആയിരുന്നു, ഡെഫായിരുന്നു. എന്നിരുന്നാലും അതൊരു കുറവുകളായി പോലും കാണാതെ ലോകത്തിലെ വേൾഡിൽ
ഏറ്റവും ഫേമസ് ആയ ഒരു വ്യക്തിയാണ് ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറിൻ്റെ വളരെ ഫേമസ് ആയ ഒരു കോട്ടാണ്, നമ്മൾ അടച്ചിട്ട ഒരു ഡോറിലേക്ക് ഒരുപാട് സമയം നോക്കിയിരുന്നാലും നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റില്ല, ആ ഡോർ തുറക്കുന്നുണ്ടാവില്ല അല്ലേ. അതുപോലെയാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം അടച്ചിട്ട ഡോറിലേക്ക് നമ്മൾ ഒരുപാട് നേരം നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് വേണ്ടി തുറക്കുന്ന മറ്റു പല ഡോറുകളും നമ്മൾ കാണാതെ പോകും. അതായത് നമുക്ക് ടെൻഷനുള്ള ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ഒരുപാട് സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ കാണുക പോലും ഇല്ല അല്ലേ. അതാണ് നമ്മുടെ ഹെലൻ കെല്ലർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഓവർ തിങ്കിങ് ചെയ്യാതെ, നമുക്ക് ടെൻഷനുള്ള കാര്യങ്ങളെ പറ്റി ഓവർ തിങ്കിങ് ചെയ്യാതെ നമുക്ക് ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടൈം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡാണ് ഏറ്റവും വലിയ പവർ അല്ലേ. ഇപ്പോൾ നമ്മുടെ ഹുഡ്നിക്ക് സംഭവിച്ചതുപോലെ നമ്മുടെ ഹെലൻ കെല്ലർ വേൾഡിലെ ടോപ്പ് ആയതുപോലെ അവർക്കൊക്കെ എന്താണ് പവർ, അവരുടെ മൈൻഡാണ് അവരുടെ പവർ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. അത് തന്നെയാണ് നമ്മുടെ ബുദ്ധിയും പറഞ്ഞത്. നമ്മുടെ മൈൻഡാണ് എല്ലാം. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതുപോലെ നമുക്ക് ആയിത്തീരാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്കും കൂടെ ചെയ്യണമെന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ, ഈ ചെറിയ കുട്ടികൾ എപ്പോഴും വളരെ ഹാപ്പി ആയിരിക്കും. അവർ ഉറക്കത്തിൽ പോലും ചിരിക്കുന്ന കാണാൻ വേണ്ടി പറ്റും അല്ലേ. അതേസമയം ഒരു മുതിർന്ന ഒരാളെ നിങ്ങൾ എപ്പോഴും ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ, കുറവായിരിക്കും. കാരണം ജോലിയുടെ പ്രഷറായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിലെ പ്രഷറായിരിക്കാം, ജീവിത പ്രഷറായിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഒരു മുതിർന്ന ഒരാളെ ചിരിക്കുന്നത് നമ്മൾ അത്രയധികം കണ്ടിട്ടില്ല. പക്ഷെ അതേസമയം ഒരു ചെറിയ കുട്ടിയാണെങ്കിലോ, ചെറിയ കുട്ടി ഓൾവേസ് ഹാപ്പി ആയിരിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് അധികം കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല, അതുകൊണ്ടാണ് അവർ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടെൻഷൻ ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്നെല്ലാം പുറത്ത് കടന്നിട്ട് മാക്സിമം നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കാം. അപ്പം എന്ന് വെച്ച് നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ചെയ്യരുത് എന്നല്ല, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യണം. ബട്ട് ഹാപ്പി ആയിട്ട് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ നമുക്ക് തിങ്ക് പോസിറ്റീവ്. എന്തൊരു കാര്യമാണെങ്കിലും അതൊരു പോസിറ്റിവിറ്റി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ, നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് കൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എന്താ ചെയ്യുക, ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയം കൊടുക്കുക. ഇപ്പോൾ പഠിക്കാനാണെങ്കിൽ നമുക്ക് ഇത്ര സമയം, അതേപോലെ നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനാണെങ്കിൽ അതിന് സമയം. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും സമയം ഡിവൈഡ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല അല്ലേ. ഇപ്പോൾ നമുക്ക് കളിക്കാനാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സമയം മാറ്റി വയ്ക്കാം. പഠിക്കുന്ന സമയത്ത് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കി ടെൻഷനുള്ള കാര്യങ്ങൾ ഒന്നും നിങ്ങൾ ആലോചിക്കാതെ ഇരിക്കുക. അതിനൊക്കെ നമുക്ക് പിന്നെ സമയമുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് മറ്റ് ചിന്തകളൊന്നും വരാതെ തന്നെ നമുക്ക് ഒരു സമയം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും ആ ഫോക്കസ് ചെയ്യുന്ന കാര്യം പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാനും വേണ്ടി സാധിക്കും. അപ്പം ഇത്രയും ടിപ്സ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും.